ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖം. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പാപ്പനശ്ശേരിയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന കാട്ടിലപ്പള്ളി. അതിൽ കാട്ടിലപ്പള്ളി എന്ന് വേറൊരു പേരും കൂടി പറയും, മൂന്ന് പെറ്റുമ്മ ദർഗ. അപ്പൊ ഈ മൂന്ന് പെറ്റുമ്മന്റെ സ്റ്റോറി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അപ്പം അത് എന്താ പറയാ, ഒരു ഹണ്ടർ, അതായത് വേട്ടക്കാരെ ഇങ്ങനെ കാട്ടിലേക്ക് പോകുന്നു, വേട്ടയാടാൻ വേണ്ടിട്ട് കാട്ടിലേക്ക് പോകുന്ന സമയം അവിടെ ഒരു ഉമ്മയും ഒരു മൂന്ന് മക്കളും, ചെറിയ മക്കളും ഇങ്ങനെ നിലത്ത് വെയിലത്ത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോലു. അപ്പൊ ഇയാള് വിചാരിച്ചോലു അവരിങ്ങനെ വെറുതെ ഉറങ്ങുന്നതായിരിക്കും വിചാരിച്ച് അടുത്ത് പോകുമ്പോണ്ടോലു അവര് മരിച്ച നിലയിൽ, ശ്വാസമൊന്നുമില്ല, മരിച്ച നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ വേട്ടക്കാരന് രാജാവിനോട് പോയി പറയും, ഇങ്ങനെ നമ്മള് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു ഉമ്മയും ഒരു മൂന്ന് മക്കളും മരിച്ച നിലയിൽ കാണുന്നുണ്ട്. അപ്പോ രാജാവ് പറഞ്ഞല്ലോ അവിടെ തന്നെ നിങ്ങൾ ഖബർ അടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പള്ളീന്റെ അവിടെ തന്നെ ഖബർ അടക്കി. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അതിനുശേഷമാണ് ഈ പള്ളി മൂന്ന് പെറ്റുമ ദർഗ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ പള്ളിയിൽ എന്ന് പറഞ്ഞാല് എല്ലാ റിലീജനും, ഏത് മതം ആയിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, ഒരു ജാതി ഭേദം, ഒരു മത വ്യത്യാസവും ഇല്ലാതെ എന്താ പറയാ, ഈ പള്ളിയിൽ നമുക്ക് വന്ന് പ്രാർത്ഥിക്കാം. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഒരു വ്യത്യാസവും ഇല്ലാണ്ട് നമുക്ക് പോയി ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആക്ച്വലി ഞാൻ ഈ പള്ളിനെ പറ്റി അറിഞ്ഞു വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദീദിയാണ്, ഫായിസ എന്ന് അവരുടെ പേര്. ദീദി എന്റെ ആരായിട്ട് വരുന്ന വെച്ചാൽ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് ഫായിസ ദീദി. അപ്പൊ അങ്ങനെ ദീദിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ദീദിനോട് എന്ത് ചോദിച്ചാലും നമ്മൾ ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കൂ. എന്റെ എന്ത് സിറ്റുവേഷനും ദീദി എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആ ദീദിനെ പരിചയപ്പെട്ടത് തന്നെ ഇവന്റെ കൂടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ട. അപ്പൊ ഇത്രയും നമ്മൾ ക്ലോസ് ആയെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു സ്വഭാവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദീദിനെ. അപ്പം അങ്ങനെ ഇവര് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഇതിന്റെ മോർ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഞാനും സാമും പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും, അപ്പാടെ ആൻസർ കിട്ടുന്ന ഒരു പള്ളിയാണ്. അപ്പം എന്നോട് പറഞ്ഞ് ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചോ, എന്തായാലും നടക്കൂ എന്ന് ദീദി പറഞ്ഞ. അപ്പൊ നമ്മളങ്ങനെ ഒരു പ്രാവശ്യം സാറ്റർഡേ ഫ്രൈഡേ അങ്ങനെ ഇതൊരു ഡേയാ പോയ. സാറ്റർഡേ പോയിട്ടുണ്ടായി. സൺഡേ പോകാൻ ആദ്യം പ്ലാൻ ചെയ്ത്. പക്ഷെ സൺഡേ നമുക്ക് പിന്നെ എവിടെ പോകണ്ടല്ല, വെറുതെ ഒരു റെസ്റ്റ് എടുക്കാറ്. പിന്നെ സാമിന് സൺഡേ മാത്രമേ ലീവ് ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ സാറ്റർഡേ പോവാന്ന് വിചാരിച്ച് സാറ്റർഡേ രാവിലെ തന്നെ പോയി. അപ്പോ പോയപ്പം ആ പള്ളിയിൽ പോയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ പള്ളിയിൽ ചെന്നപ്പോ ആ പള്ളിയില് ഒരു ആണുങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ ആ ആണുങ്ങ എല്ലാം പൂട്ടിയിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കണ്ടപ്പോ എന്തിനാ ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം അവിടെ റിലീജിയന്റെ ബേസ് ഒന്നുമില്ല, ഒന്നുമില്ല, ഏത് റിലീജിയനിലും പോവാ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ക്രിസ്ത്യനാ. അപ്പം അങ്ങനെ നമ്മൾ പോയി പ്രാർത്ഥിച്ചപ്പോ ആക്ച്വലി നമ്മളെ കയ്യിൽ ഗൂഗിൾ പേയിലെ പൈസ ഉണ്ടായിട്ടുള്ളൂ, പേഴ്സണൽ പൈസ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ, ഒരു കുട്ടിക്കുപ്പായം ദർഗന്റെ മേലെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാല് നമുക്ക് കുഞ്ഞിനെ കിട്ടുമെന്നാണ് വിശ്വാസം. അവിടെ എന്തായാലും കുഞ്ഞിനെ കിട്ടും. കുഞ്ഞിനെ മാത്രമല്ല, നമുക്ക് എന്താണോ വേണ്ടത് അത് ആ ആഗ്രഹം സാധിച്ചു തരും. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്തോ ഒരു പഠിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ട് എന്താ അറിയില്ല, കറക്റ്റ് 20 റുപ്പീസാണ് കുട്ടിക്കുപ്പായത്തിന് ഉണ്ടായത്. അപ്പൊ അങ്ങനെ സാമന്നെ, എനിക്കതിന്റെ ഓർമ്മയൊന്നുമില്ല, സാമന്നെ കുട്ടിക്കുപ്പായം. ആക്ച്വലി അത് കുട്ടി ആയിക്കഴിഞ്ഞാൽ നേർച്ചയ്ക്ക് കുട്ടിക്കുപ്പായം കൊടുക്കണ്ടേ. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെയും കൊടുക്കുക. അല്ലെങ്കിൽ കുട്ടിക്കുപ്പായോ വാങ്ങിച്ചിട്ട് ആ ദർഗനെ മേലെ വെച്ച് നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ചാൽ നമുക്ക് കുഞ്ഞിനെ കിട്ടും. കുഞ്ഞില്ലാത്ത എത്രയോ ആൾക്കാർ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞ് ആയിന്. ദീദിന്റെ അനുഭവം തന്നെ പറഞ്ഞു. ദീദിക്കു ഇങ്ങനെ ബേബി ആവാൻ കുറച്ച് ഡിലേ ആയിന്. അപ്പം പിന്നെ പോയി പ്രാർത്ഥിച്ചപ്പോ ദീദിന്റെ ഉമ്മ, ഈ പണ്ടത്തെ ആൾക്കാർക്ക് നല്ലോണം അറിയണ്ടാവും ഈ പള്ളിന്റെ ഹിസ്റ്ററി, അവിടെ പോയി പ്രാർത്ഥിച്ച എന്താ നടക്കുന്നില്ല അവർക്ക് അറിയണ്ടാവും. അങ്ങനെ ദീദിന്റെ ഉമ്മ പറഞ്ഞിട്ട് ദീദി പോയി. ദീദിക്കൊരു മാഷാഅല്ലാ നല്ലൊരു ബേബിനെ കിട്ടി. അപ്പൊ അങ്ങനെ എനിക്ക് അത് പ്രിഫർ ചെയ്തപ്പോ പിന്നെ ഞാൻ സാമിനോട് പറഞ്ഞ നമുക്കൊന്ന് പോവാം. പിന്നെ അതിന്റെ മുന്നേ നമ്മൾ മാഹി പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിന്. അവിടെ അതെ ഇതുപോലെ തന്നെ എന്ത് പ്രാർത്ഥിച്ചാലും വേഗം ഉത്തരം കിട്ടും. അപ്പം നമ്മള് ഇവിടുന്ന് പ്രാർത്ഥിച്ച്. അപ്പം സാം എന്ത് ചെയ്ത്, എത്ര പൈസ എന്ന് ചോദിച്ചു. പറഞ്ഞ് 20 റുപ്യ, കറക്റ്റ് 20 റുപ്യ ഉണ്ടായിന്. അങ്ങനെ കുട്ടിക്കുപ്പായം വാങ്ങിച്ച് 2 അഗർബത്തി നമ്മൾ എന്തായാലും വാങ്ങിച്ചിട്ട്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോയതാണ്. പുറത്തുനിന്ന് വാങ്ങിച്ച് നമ്മൾ ആ ദർഗന്റെ മേലെ കുട്ടിക്കുപ്പായവും 2 ബോക്സ് അഗർബത്തിയും വെച്ചിട്ട് നമ്മൾ നല്ലോണം പ്രാർത്ഥിച്ചു. നമുക്ക് അത് ആക്ച്വലി കുട്ടികളില്ലാത്തതാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറയണം. ഇപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വേണം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം. അപ്പോ
പിന്നെ നമ്മൾ പറയേണ്ടത് ഇനി അടുത്ത കൊല്ലം നമ്മൾ ഈ പള്ളിയിലോട്ട് വരുമ്പോൾ നമ്മൾ നമ്മളെ കുഞ്ഞിനെ കൂട്ടിയിട്ട് വരാനുള്ള ഭാഗ്യം തരണേന്ന് പറഞ്ഞിട്ട് കേണ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളെ സ്റ്റോറി അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഞാനും സാമും പ്രാർത്ഥിച്ച് അവിടെ കുട്ടിക്കുപ്പായോ അഗർബത്തിയെല്ലാം കൊടുത്ത് നമ്മൾ തിരിച്ചു വന്ന് ഭയങ്കര നല്ലൊരു എന്താ പറയാ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഹോട്ടൽ അവിടെ ഇവിടെ പോകുമ്പോൾ യൂട്യൂബിൽ വ്ളോഗ് ഇടും. പക്ഷെ അത് ഈ പള്ളി പോലത്തെ സ്ഥലത്തു നിന്ന് അങ്ങനെ എടുക്കാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലോ കുഞ്ഞില്ലാത്ത വിഷമം ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ തന്നെ പോകണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു.